ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. രാവിലെ തന്നെ നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ്സ് നോക്കാം. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് ജീവിതത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, എനിക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് മാസ്കാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരാൾ മാസ്ക് ഇട്ടിട്ട് നിൽപ്പുണ്ട്. മാസ്ക് ഇടുക എന്ന് വെച്ചാൽ ട്രൂ ഫീലിങ്സ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ആ കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ നമ്മളത് അവരോട് പറയുമ്പം അവർ പറയും, ഏയ് അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നിയതാണെന്ന് പറയും. അതൊരു തരത്തിലുള്ള ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ചിലപ്പം അവർ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയുമ്പം അവർ നമ്മളെ മാനിപ്പുലേഷൻ ചെയ്യും. അങ്ങനെയൊന്നും നടന്നിട്ടില്ല, നിനക്ക് തോന്നിയതായിരിക്കും, അല്ലെങ്കിൽ നീ ചുമ്മാ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചത് കൂട്ടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിനക്ക് ഓർമ്മയില്ലല്ലോ എന്നൊക്കെ പറയില്ലേ. അതിനാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ മാസ്ക് ഇട്ടിട്ട് ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. അസെൻഡിങ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം പുതിയൊരു ഫേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ചിലർക്ക് ഒരു റീയൂണിയൻ ഉണ്ടാകാൻ പോകുന്നു. പിന്നെ നിങ്ങൾ തമ്മിലുള്ളത് ഒരു കാർമിക് റിലേഷൻഷിപ്പാണ്. ഓക്കെ, കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് ട്രിഗേഴ്സ് വരും. ഓക്കെ, ടർമോയിൽ, അതായത് വലിയ വലിയ ഭൂകമ്പങ്ങൾ പോലത്തെ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, പിന്നെ ലെറ്റിംഗ് ഗോ പഠിക്കും. എങ്ങനെ നമുക്കൊരാൾ ലെറ്റ് ഗോ ചെയ്യാം, പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ വിടാം, എങ്ങനെ ഒരാളെ നമുക്ക് സ്നേഹിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് പെയിൻ ഉണ്ടാവും, ഒരുപാട് ലെസൺസ് നമ്മൾ പഠിക്കും. അപ്പം അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പാണ് ഇത് എന്നാണ് എനിക്കിവിടുത്തെ കാർഡുകൾ കണ്ടപ്പോൾ മനസ്സിലായത്. ഓക്കെ, ഇവിടെ നമ്മൾ 3ആയിട്ടാണ് എടുക്കുന്നത്. ആദ്യം നിങ്ങളുടെ എനർജി, പിന്നെ നിങ്ങൾ തമ്മിലുള്ള എനർജി, പിന്നെ നിങ്ങളുടെ ആളിൻ്റെ എനർജി. ഓക്കെ, ഇങ്ങനെ 3ആയിട്ടാണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 3 സെറ്റായിട്ട് 5 കാർഡുകൾ വെച്ചിട്ടുള്ള 3 സെറ്റായിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നിങ്ങളുടെ എനർജി ഞാൻ എടുത്തു. നിങ്ങളുടെ എനർജി എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു. അതായത് ചില കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ആ അവസാനിച്ചതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ 10 ഓഫ് സോൾസിൻ്റെ ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പെയിൻ, നിങ്ങളെ ആരും ചതിച്ചതുപോലെ ഉണ്ട്, ഒരു ചീറ്റിംഗ് നടന്നതുപോലെ എനിക്കിവിടെ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പം 10 ഓഫ് സോൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ചീറ്റിംഗ് സംഭവിച്ചതിൻ്റെ ഫലമായിട്ട് ഭയങ്കര പെയിനാണ്. നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടു. നിങ്ങൾക്കിനി ആരെയെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ എന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള ഒരു ചീറ്റിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാനോ സ്നേഹിക്കാനോ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകുന്ന രീതിയിലുള്ളൊരു ചീറ്റിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ എൻഡായി പോയിരിക്കുന്നു. സ്കോർപ്പിയോ ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ഓക്കെ, ഹാർട്ട് പെയിൻ നല്ലതുപോലെ ഉണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകുമ്പോൾ സംശയിച്ച് നിൽക്കാതെ ചെറിയ ചെറിയ സ്റ്റെപ്സുകൾ വയ്ക്കുക. ഒരു ലക്ഷ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ചിട്ട് ഒരു സമയത്ത് ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഇവിടെ ടാരോട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് ആവശ്യമുള്ളൊരു സമയമാണ്. അപ്പോൾ നിങ്ങളെ പേടികളെയും അതുപോലെ ഉത്കണ്ഠകളെയും എല്ലാം നല്ല ധൈര്യത്തോടു കൂടി നേരിടാനും ടാരോട്ട് പറയുന്നുണ്ട്. ലിയോ ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അതുപോലെ നിങ്ങൾക്കായിട്ട് ഒരു പുതിയൊരു ലോകം നിങ്ങളുടെ മുന്നിൽ തുറക്കും എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത്. ചില ആൾക്കാർക്ക് മറ്റൊരു കൺട്രിയിലോട്ട് ട്രാവൽ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും, സക്സസ്ഫുൾ ആകാനും പറ്റും. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിങ്ങനെ കരഞ്ഞിരിക്കേണ്ടത് നമ്മൾ കരയണം. പക്ഷെ നിങ്ങളുടെ സ്ട്രെങ്ത്ത് വീണ്ടെടുക്കാനാണ് ഇവിടെ
ടാരോട്ട് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അതാണ് നിങ്ങളുടെ കറണ്ട് എനർജി. ഇനി നിങ്ങൾ തമ്മിലുള്ള എനർജി നോക്കാം. തമ്മിലുള്ള എനർജിയിൽ ആദ്യം വരുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ഒരു ലവ് റിലേഷൻഷിപ്പ്. നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടിരുന്ന ആൾക്കാരാണെങ്കിൽ റിന്യൂവലിന് സാധ്യതകൾ കാണുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു 9 ഓഫ് കപ്സിൻ്റെ എനർജി. 9 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് കാർഡാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കാൻ ചാൻസ് ഉള്ള എനർജിയാണിത്. ഓക്കെ, അതാണ് 9 ഓഫ് കപ്സ്. പിന്നെ മൂന്നാമത്തെ കാർഡ് നിങ്ങൾ തമ്മിലുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സ് ഒരു സിഗ്നൽ തരയാണ് നിങ്ങളുടെ ഫേവറിൽ, അതായത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങൾ നടത്തിത്തരാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. അതിനുശേഷം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെൽത്തുള്ള ആളാണെങ്കിൽ കുറച്ച് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം. എന്ന് വെച്ചാൽ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ കർമ്മ ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മാറ്റും എന്നാണ് ഈ കാർഡ് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്നത് എംപയറിൻ്റെ എനർജിയാണ്. നിങ്ങൾ തമ്മിൽ കുറച്ച് ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഓക്കെ, കുറേ ഇമോഷനെല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് നീയാണോ വലുത് ഞാനാണോ വലുത് എന്നുള്ള തരത്തിലുള്ള ഈഗോ ഇഷ്യൂസൊക്കെ നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനകത്ത്. ഓക്കെ, അടുത്തത് നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആളിൻ്റെ എനർജിയാണ് നോക്കുന്നത്. ആദ്യം തന്നെ ഒരു ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് വെച്ചാൽ ആളിൻ്റെ ജീവിതത്തിൽ ഒരു മെച്ചുറായിട്ടുള്ളൊരു ലേഡി ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് വെൽത്തി ആയിട്ടുള്ളൊരു ലേഡി, ഒരു ബിസിനസ്സൊക്കെ ചെയ്യാൻ അറിയുന്ന രീതിയിലുള്ള ഒരു വെൽത്തി ആയിട്ടുള്ള രീതി. പാർട്ട്ണറായിരിക്കാം, ആളിൻ്റെ വൈഫായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡായിരിക്കാം. ഒരാളിൻ്റെ ജീവിതത്തിൽ മറ്റൊരാളുണ്ട് എന്നാണ് ഇതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലായത്. ഒരു ഫെമിനൈൻ എനർജി, ഒരു മെച്യൂർഡായിട്ടുള്ള ഒരു ഫെമിനൈൻ എനർജി ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഇപ്പം കാണുന്നത് സ്ത്രീകളാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു ഫെമിനൈൻ നേച്ചറുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ലേഡി തന്നെ ആയിരിക്കാം, അതറിഞ്ഞൂടാ. പക്ഷേ അവിടെ ഒരു ഫെമിനിറ്റി വരുന്നുണ്ട്. ഓക്കെ, ആണുങ്ങൾക്ക് ഫെമിനിറ്റി ഉണ്ട്, പെണ്ണുങ്ങൾക്കും ഫെമിനിറ്റി ഉണ്ട്, അതുപോലെ തിരിച്ചുമുണ്ട്. ഇനി അതിൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഡെവിൾ കാർഡാണ്. ഡെവിൾ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ആരോടോ ഒരു അട്രാക്ഷൻ, ഒരു അഡിക്ഷൻ. ഓക്കെ, അവർ തമ്മിൽ ചില കൺട്രോളിങ് ഒക്കെ ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പിന്നെ സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഉണ്ട് എന്ന് കൺഫർമേഷൻ എനിക്ക് 3 പ്രാവശ്യം വീണ്ടും വന്നിട്ടുണ്ട്. ഒന്ന് ക്വീൻ ഓഫ് കപ്സ് ആണ്, ഇതൊരു കൺഫർമേഷൻ ആണ് വേറൊരു ലേഡി ഉണ്ട് എന്നുള്ളത്. പിന്നെ 2 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 2 ഓഫ് സോഡ്സ് എന്ന് വെച്ചാൽ 2 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുന്ന നിങ്ങളുടെ അതർ പേഴ്സണെയാണ് എനിക്കിതിനകത്ത് കാണാൻ പറ്റും. നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആളിന് ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണിപ്പോൾ. പിന്നെ ഇവിടെ വന്നിരിക്കുന്നൊരു എനർജി എന്ന് വെച്ചാൽ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇപ്പോൾ ആൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇമോഷൻസിനെല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ ആൾക്ക് മാറ്റാൻ പറ്റില്ല എന്ന് നല്ലതുപോലെ അറിയാം, അതുകൊണ്ട് അതിനെ മാറ്റാനൊന്നും പോകുന്നില്ല, അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഒരു ഡീപ്പർ ലെവൽ ഓഫ് മെച്യൂർഡ് ആളിനെ പോലെ ഇപ്പോൾ പെരുമാറുന്നുണ്ട്. ഇമോഷൻസ് ഒന്നും അങ്ങനെ വിട്ട് കാണിക്കാതെ ബാലൻസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.